ഒരു നിർണായക ഭാഗത്തേക്ക്, അതായത് അധ്യായം 5AA-യിലെ വകുപ്പ് 28AA-യെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശദമായ ചർച്ചയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റംസ് ആക്ട് 1962 നിന്നുള്ള ഈയൊരു പ്രത്യേക വകുപ്പിലാണ്. ഇപ്പോൾ നിങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ കയറ്റുമതി ചെയ്യുകയോ ചെയ്യുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി അടക്കണമല്ലോ. അത് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ രേഖകൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഈ ഡ്യൂട്ടി അടയ്ക്കാൻ വൈകിയാൽ എപ്പോൾ മുതൽ, എങ്ങനെ, എന്ത് റേറ്റിൽ പലിശ വരും എന്ന് പറയുന്ന നിയമം, അതായത് ഈ വകുപ്പ് 28A ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. നമുക്കറിയാം, ഈ കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് പൈസ അടയ്ക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റാം, അല്ലേ? അല്ലെങ്കിൽ കണക്കുകൂട്ടലിൽ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അടയ്ക്കേണ്ട തുക വൈകിയാൽ വെറുതെ ഒരു ഫൈൻ അടച്ചാൽ മതിയോ? അതോ വേറെ എന്തെങ്കിലും സാമ്പത്തിക ഭാരം വരുമോ? നമുക്കിതിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കസ്റ്റംസ് ആക്ട് 1962 അധ്യായം 5AA, അതിലെ വകുപ്പ് 28AA, കസ്റ്റംസ് തീരുവ അടയ്ക്കുന്നതിലെ ഡിലേ വരുത്തിയാൽ അതിനുമേലുള്ള പലിശയെക്കുറിച്ചാണ് ഈ സെക്ഷൻ, അല്ലേ? അതെ. എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പലിശ ഈടാക്കുന്നതെന്ന് അവിടുന്ന് തുടങ്ങാം. ഇതിന് പിന്നിൽ ഒരു വ്യക്തമായ ലോജിക്കുണ്ട്. പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് സാധാരണ പറയാറ്. ഒന്ന്, സർക്കാരിന്റെ കയ്യിൽ കൃത്യസമയത്ത് എത്തേണ്ടിയിരുന്നൊരു വരുമാനം വൈകിയല്ലോ, അപ്പോൾ സർക്കാരിനൊരു നഷ്ടം വരുന്നുണ്ട്. ആ ഒരു നഷ്ടം നികത്തുക. അതായത് നിങ്ങൾ സർക്കാരിൽ നിന്ന് കുറച്ചുകാലത്തേക്ക് ആ പണം കടമെടുത്ത പോലെയായി, അപ്പോൾ അതിനൊരു പലിശ. രണ്ടാമത്തെ കാരണം, ചിലപ്പോൾ മനഃപൂർവ്വം ഈ ഡ്യൂട്ടി അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വൈകിപ്പിക്കുകയോ ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ടാവാം. ആ കയ്യിലുള്ള പൈസ വേറെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് പിന്നെ അടയ്ക്കാമെന്ന് വിചാരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക. അതിനും കൂടിയാണ് ഈ പലിശ. അപ്പോൾ ഒരു കോമ്പൻസേഷനും ഒരു ഡിറ്ററൻസും രണ്ടും ഇതിന്റെ ലക്ഷ്യമാണ്. ശരി, അത് ക്ലിയറായി. അപ്പോൾ ഏത് സാഹചര്യങ്ങളിലാണ് ഈ സെക്ഷൻ 28A പ്രകാരം നമ്മൾ പലിശ കൊടുക്കേണ്ടി വരുന്നത്? നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ 2 പ്രധാന സാഹചര്യങ്ങൾ കാണുന്നുണ്ടല്ലോ, അല്ലേ? അതെ. നിയമം പ്രധാനമായും 2 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തേത് സബ്സെക്ഷൻ 1-ൽ പറയുന്നതാണ്. അതായത് ഒരു കസ്റ്റംസ് ഓഫീസർ സെക്ഷൻ 28ന്റെ സബ്സെക്ഷൻ 8 പ്രകാരമോ അല്ലെങ്കിൽ സബ്സെക്ഷൻ 10 പ്രകാരമോ ഒരു ഓർഡർ ഇറക്കുന്നു. ഇത്ര രൂപ നിങ്ങൾ ഡ്യൂട്ടിയായി അടയ്ക്കണം എന്ന് പറഞ്ഞ്. ആ ഓർഡർ കിട്ടി, ശ്രദ്ധിക്കണം, 3 മാസത്തിനകം അതിൽ പറഞ്ഞ ഡ്യൂട്ടിയോ പലിശയോ അടച്ചില്ലെങ്കിൽ ഈ 3 മാസം കഴിഞ്ഞുള്ള പീരീഡിന് നിങ്ങൾ പണം അടയ്ക്കുന്നത് വരെയുള്ള കാലത്തേക്ക് പലിശ കൊടുക്കണം. ഓക്കെ. അപ്പോൾ അവിടെ ഒരു 3 മാസത്തെ ഒരു ഗ്രേസ് പീരീഡ് പോലെയുണ്ട്. ഓർഡർ കിട്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? അത് കുറച്ചുകൂടി കോമൺ ആണോ? രണ്ടാമത്തെ സാഹചര്യം അത് സബ്സെക്ഷൻ 2-ൽ പറയുന്നതാണ്. ഒരു പക്ഷേ പ്രാക്ടിക്കലി കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് ഇതായിരിക്കും. അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ടിയിരുന്ന ഡ്യൂട്ടി അടച്ചില്ല, അല്ലെങ്കിൽ കുറച്ചേ അടച്ചുള്ളൂ, അല്ലെങ്കിൽ തെറ്റായിട്ടൊരു റീഫണ്ട് വാങ്ങി. ഇതെല്ലാം പിന്നീട് സെക്ഷൻ 28 പ്രകാരമുള്ള നടപടികളിലൂടെ കണ്ടുപിടിക്കുന്നു എന്ന് വെക്കുക. ആ സാഹചര്യങ്ങളിൽ ആ കുറവ് വന്ന തുകയ്ക്ക് അല്ലെങ്കിൽ ആ തെറ്റായി കിട്ടിയ റീഫണ്ടിന് പലിശ കൊടുക്കണം. ഓ ശരി. അപ്പോൾ ഈ 2 കേസിലും പലിശ കണക്കാക്കുന്നത് ഒരേപോലെയാണോ അതോ വ്യത്യാസമുണ്ടോ? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ആദ്യത്തെ കേസിൽ, അതായത് ഓർഡർ കിട്ടി 3 മാസം കഴിഞ്ഞിട്ടും അടച്ചില്ലെങ്കിൽ പലിശ കണക്കാക്കി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ 3 മാസം തീരുന്ന ഡേറ്റ് മുതലാണ്. ആ ഡേറ്റ് മുതൽ നിങ്ങൾ എന്നാണോ പൈസ അടയ്ക്കുന്നത് അന്ന് വരെ പലിശ വരും. എന്നാൽ രണ്ടാമത്തെ കേസിൽ, അതായത് നിങ്ങൾ ഡ്യൂട്ടി കുറച്ചടയ്ക്കുകയോ അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായി റീഫണ്ട് വാങ്ങുകയോ ചെയ്താൽ അവിടത്തെ കണക്കുകൂട്ടൽ വേറെയാണ്. അവിടെ ഈ പറഞ്ഞ 3 മാസത്തെ ഗ്രേസ് പീരീഡ് ഇല്ല. ഡ്യൂട്ടി ശരിക്കും അടയ്ക്കേണ്ടിയിരുന്ന മാസം ഏതാണോ ആ മാസത്തിന് തൊട്ടടുത്ത മാസം 1-ാം തീയതി മുതൽ പലിശ കണക്കാക്കി തുടങ്ങും. തെറ്റായ റീഫണ്ട് ആണെങ്കിൽ അത് കിട്ടിയ ഡേറ്റ് മുതൽ പണം അടയ്ക്കുന്നതുവരെ ആ പലിശ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഒരു ബിഗ് പിക്ചർ എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിലെ കറക്റ്റായിട്ട് ചെയ്താൽ, അതായത് ശരിയായ ഡ്യൂട്ടി കൃത്യസമയത്ത് അടച്ചാൽ ഈ പലിശയുടെ ബാധ്യതയെ വരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഈ എക്സ്ട്രാ കോസ്റ്റ് വരും. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്.
അതായത് ആദ്യമേ നമ്മൾ കണക്കാക്കിയതിൽ ഒരു തെറ്റ് പറ്റിയാൽ അത് പിന്നീട് കണ്ടുപിടിക്കുമ്പോൾ ആ കുറവ് വന്ന കാലയളവ് മുതൽ പലിശ വരും. ഒരു സാവകാശവും കിട്ടില്ല. ശരി, ഇനി ഈ പലിശയുടെ റേറ്റ് അതെത്രയാണ്? അതൊരു ഫിക്സഡ് റേറ്റ് ആണോ? അല്ല, റേറ്റ് ഫിക്സഡ് അല്ല. നിയമത്തിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്ന റേറ്റ് ആയിരിക്കും പലിശയ്ക്ക് എന്നാണ്. എന്നുവെച്ചാൽ നിലവിലുള്ള എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ഈ റേറ്റിൽ മാറ്റം വരാം. പക്ഷേ ഈ സബ്സെക്ഷൻ 1 ഒരു മിനിമം മാക്സിമം പറയുന്നുണ്ടല്ലോ. കുറഞ്ഞത് 10%, കൂടിയത് 36% എന്ന്. സബ്സെക്ഷൻ 2 പൊതുവെ 28A പ്രകാരമുള്ള റേറ്റ് എന്നും പറയുന്നു. ഇത് രണ്ടും സാധാരണയായി ഒന്നായിരിക്കുമോ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നത്? സാധാരണയായിട്ട് ഗവൺമെന്റ് ഒരു റേറ്റ് നോട്ടിഫൈ ചെയ്യുമ്പോൾ അത് ഈ സെക്ഷൻ 28A കീഴിലുള്ള ഈ 2 സാഹചര്യങ്ങൾക്കും ഒരുപോലെ ബാധകമാകുന്ന രീതിയിലാണ് ചെയ്യാറ്. നിയമം ആ 10%വും 36%വും എന്നൊരു റേഞ്ച് കൊടുത്തിട്ടുണ്ടെന്നത് ശരിയാണ്. അത് ഗവൺമെന്റിന് റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്കാണെന്ന് പറയാം. പ്രാക്ടിക്കലി സർക്കാർ നിശ്ചയിക്കുന്ന ആ ഒരു നോട്ടിഫൈഡ് റേറ്റ് ഈ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് 2 കേസിലും സബ്സെക്ഷൻ 1 and 2 അപ്ലൈ ചെയ്യും. ഓക്കെ, ഈ 10% മുതൽ 36% വരെയുള്ള റേഞ്ച് അത് ശ്രദ്ധേയമാണ്. സാധാരണ നമ്മൾ ബിസിനസ് ലോണൊക്കെ എടുക്കുമ്പോഴുള്ള പലിശ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അപ്പർ ലിമിറ്റ് 36%, അത് വളരെ കൂടുതലാണല്ലോ, അല്ലേ? തീർച്ചയായും. അത് കാണിക്കുന്നത് തന്നെ ഈ ഡ്യൂട്ടി പേയ്മെന്റിലെ വീഴ്ച ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു ഡിലേ വന്നാൽ പോലും, പിന്നീടത് വലിയൊരു ലയബിലിറ്റിയായിട്ട് മാറാൻ ഈ കൂടിയ പലിശ നിരക്ക് ഒരു കാരണമാവാം. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ ലേറ്റ് ആയാൽ വരുന്നൊരു ഹെവി ഇൻട്രസ്റ്റ് പോലെ. പക്ഷെ ഇവിടെ റേറ്റ് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലൂടെയാണ്. ഈ പലിശ കൊടുക്കേണ്ടത് നിർബന്ധമാണോ? അതായത് ഓഫീസർക്കൊരു ഡിസ്ക്രിപ്ഷനുണ്ടോ? വേണ്ടെന്ന് വെക്കാൻ വല്ല വകുപ്പുമുണ്ടോ? നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷാൽ ബി പെയ്ഡ് വളരെ ക്ലിയറാണ്. പലിശ കൊടുത്തേ മതിയാവൂ, നിർബന്ധമാണ്. ഈ വകുപ്പിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയാൽ പലിശ ഈടാക്കാതിരിക്കാൻ ഓഫീസർക്ക് സാധാരണഗതിയിൽ വിവേചനാധികാരം ഉണ്ടാവില്ല. ആരാണോ സെക്ഷൻ 28 പ്രകാരം ആ ഡ്യൂട്ടി അടയ്ക്കാൻ ലയബിളായിട്ടുള്ള ആള്, അയാള് തന്നെ ഈ പലിശയും അടയ്ക്കണം. എന്നാൽ എല്ലാ കേസിലും ഈ പലിശ അടയ്ക്കണം എന്നാണോ? എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ ഒഴിവാകാനുള്ളൊരു സാധ്യത നിയമം പറയുന്നുണ്ടോ? ഒരു പ്രത്യേക സാഹചര്യത്തില് ഇതിൽ നിന്ന് ഒഴിവാകാൻ നിയമം പറയുന്നുണ്ട്. അതാണ് സബ്സെക്ഷൻ 3 വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. സിറ്റുവേഷൻ ഇതാണ്. CBIC, അതായത് കസ്റ്റംസ് ബോർഡ്, ചിലപ്പം ജനറൽ ഓർഡറുകൾ ഇറക്കും സെക്ഷൻ 151A പ്രകാരം, പൊതുവായ താൽപ്പര്യങ്ങൾക്കനുസരിച്ച്. അങ്ങനെയുള്ള ഒരു ഓർഡറിന്റെ ബേസിസിലാണ് നിങ്ങൾക്കൊരു ഡ്യൂട്ടി ലയബിലിറ്റി വന്നത് എന്ന് കരുതുക. നിങ്ങൾ ആ ഓർഡർ കിട്ടി 45 ദിവസത്തിനകം പിന്നീട് അതിനെതിരെ അപ്പീൽ പോകാനുള്ള റൈറ്റ് വേണ്ടെന്ന് വെച്ച് വിത്തൌട്ട് റിസർവിംഗ് ദ റൈറ്റ് ടു അപ്പീൽ, ഡിസ്പ്യൂട്ട് ഒന്നുമില്ലാതെ ആ തുക മുഴുവനായിട്ട് വോളണ്ടറിയായി അടച്ചാൽ ഈ സെക്ഷൻ 28A പ്രകാരമുള്ള പലിശ അടയ്ക്കേണ്ടതില്ല. ഓക്കെ. അതായത് ബോർഡിന്റെ ഒരു ജനറൽ ഡയറക്ഷൻ ഫോളോ ചെയ്ത് ബാധ്യത വന്നാൽ അതിനെ ചോദ്യം ചെയ്യാതെ പെട്ടെന്ന് തന്നെ പൈസയടച്ച് കോംപ്ലൈ ചെയ്താൽ ആ പലിശ ഒഴിവാക്കി തരും. ഇത് ഒരു തരത്തിൽ എന്താ പറയുക, കോംപ്ലയൻസും പെട്ടെന്നുള്ള പേയ്മെന്റും എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ് ഉദ്ദേശം. ഗവൺമെന്റിനെ കിട്ടാനുള്ള പണം വേഗം കിട്ടുക, പിന്നെ ആവശ്യമില്ലാത്ത ലിറ്റിഗേഷൻ ഒഴിവാക്കുക. ഇത് നിയമം അനുസരിക്കുന്നവർക്ക് കിട്ടുന്നൊരു ചെറിയ ബെനിഫിറ്റ് കൂടിയാണ്. ശരി. ഇനി ഈ സെക്ഷൻ 28AA കസ്റ്റംസ് ആക്ടിലെ മറ്റ് സെക്ഷനുകളുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ഒറ്റപ്പെട്ട സെക്ഷൻ അല്ല എന്ന് തോന്നുന്നു, അല്ലേ? അല്ല. സെക്ഷൻ 28A എന്ന് പറയുന്നത് കസ്റ്റംസ് ആക്ടിലെ ഇൻട്രസ്റ്റ് ഈടാക്കാനുള്ളൊരു സെൻട്രൽ അല്ലെങ്കിൽ ഒരു ബേസിക് പ്രൊവിഷൻ പോലെയാണ്. വേറെ പല പ്രധാനപ്പെട്ട സിറ്റുവേഷൻസിലും പലിശ കണക്കാക്കാൻ റെഫർ ചെയ്യുന്നത് ഈ സെക്ഷനിലെ റേറ്റ് ആണ്. ഉദാഹരണത്തിന് സെക്ഷൻ 18(3) പ്രൊവിഷണൽ അസസ്മെന്റ്. ചിലപ്പോൾ സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യുവേഷനോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡ്യൂട്ടിയോ ഫൈനലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു താൽക്കാലിക ഡ്യൂട്ടി അടച്ച് ഗുഡ്സ് ക്ലിയർ ചെയ്യാൻ പെർമിഷൻ കിട്ടും. പിന്നീട് ഫൈനൽ അസസ്മെന്റ് നടത്തുമ്പോൾ ആദ്യം അടച്ചതിനേക്കാൾ കൂടുതൽ അടയ്ക്കണമെന്ന് വന്നാൽ ആ വ്യത്യാസത്തിന് പലിശ കൊടുക്കണം. ഏതു റേറ്റില്? അത് ഈ സെക്ഷൻ 28A പ്രകാരം ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത റേറ്റില്. ഓഹോ, അപ്പോ പ്രൊവിഷണൽ അസസ്മെന്റിലെ ഷോർട്ട് പേയ്മെന്റിനും ഇതേ പലിശ ബാധകമാണോ? വേറെ ഉദാഹരണങ്ങളുണ്ടോ? ഉണ്ട്. സെക്ഷൻ 72(1)
വെയർഹൌസിംഗുമായി ബന്ധപ്പെട്ടതാണ്. വെയർഹൌസിൽ വെച്ചിരിക്കുന്ന ഗുഡ്സ് പെർമിഷൻ ഇല്ലാതെ അവിടുന്ന് മാറ്റുകയോ അല്ലെങ്കിൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും ക്ലിയർ ചെയ്യാതെ വെയർഹൌസിൽ തന്നെ വെക്കുകയോ ചെയ്താൽ അടയ്ക്കേണ്ട ഡ്യൂട്ടിക്ക് പലിശ വരും. അതും ഈ 28A റേറ്റിൽ തന്നെ. അതുപോലെ സെക്ഷൻ 75A2 ഡ്രോബാക്ക് തിരിച്ചുപിടിക്കുന്ന കേസ്, റിക്കവറി ഓഫ് ഡ്രോബാക്ക്, എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഇൻസെന്റീവ് ആണല്ലോ ഡ്രോബാക്ക്. ഇത് തെറ്റായിട്ടാണ് കൊടുത്തത് എന്ന് പിന്നീട് കണ്ടുപിടിച്ചാൽ ഗവൺമെന്റ് ആ തുക തിരിച്ചുപിടിക്കും. അപ്പോൾ മുതലിന്റെ കൂടെ പലിശയും വാങ്ങും. ആ പലിശയുടെ റേറ്റും തീരുമാനിക്കുന്നത് സെക്ഷൻ 28A വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ കസ്റ്റംസ് ആക്ടിലെ പല ഭാഗങ്ങളിലും ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിലേ, ഷോർട്ടേജ്, റിക്കവറി ഇയൊക്കെ വരുമ്പോൾ അതിന്റെ പലിശ കണക്കാക്കാനുള്ള ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഈ സെക്ഷൻ 28A തരുന്നുണ്ട് എന്നതാണ്. ഇത് നിയമത്തിലുടനീളം ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഈ കണക്ഷൻസ് മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. നമുക്കിതൊന്ന് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ ഈ പലിശ കണക്കുകൂട്ടലിലെ വ്യത്യാസം ഒന്നുകൂടി ക്ലിയർ ആക്കാമോ? ആ രണ്ട് സാഹചര്യങ്ങൾ തമ്മിലുള്ളത്. തീർച്ചയായും. നമുക്കൊരു 2 ഇമ്പോർട്ടർമാരെ സങ്കല്പിക്കാം. ഇമ്പോർട്ടർ എ, അദ്ദേഹത്തിന് ഒരു ഓർഡർ കിട്ടുന്നു സെക്ഷൻ 28(8) പ്രകാരം ജാനുവരി 10-ന് 1,00,000 രൂപ കൂടി ഡ്യൂട്ടി അടയ്ക്കണമെന്ന് പറഞ്ഞ്. നിയമമനുസരിച്ച് ഏപ്രിൽ 9 ലാസ്റ്റ് ഡേറ്റ്, 3 മാസം. പക്ഷെ അദ്ദേഹം പൈസ അടച്ചത് ജൂൺ 9-നാണ്. അപ്പോൾ അദ്ദേഹം പലിശ കൊടുക്കേണ്ടത് എപ്പോ മുതലാണ്? ഏപ്രിൽ 10 മുതൽ ജൂൺ 9 വരെയുള്ള 2 മാസത്തേക്ക്. കാരണം ആ 3 മാസത്തെ ഗ്രേസ് പീരിയഡ് കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടർ ബി, അദ്ദേഹം ജാനുവരിയിൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തപ്പോൾ സെൽഫ് അസസ് ചെയ്ത ഡ്യൂട്ടിയിൽ 1,00,000 രൂപ കുറവായിരുന്നു എന്ന് ഡിപ്പാർട്ട്മെന്റ് പിന്നീട് ഒരു ജൂൺ മാസത്തിൽ കണ്ടുപിടിക്കുന്നു. അദ്ദേഹത്തിന് പലിശ കൊടുക്കേണ്ടി വരുന്നത് എപ്പോ മുതലാണെന്നറിയോ? ഡ്യൂട്ടി ശരിക്കും അടയ്ക്കേണ്ടിയിരുന്നത് ജാനുവരിയിലായതുകൊണ്ട് ഫെബ്രുവരി 1 മുതൽ അദ്ദേഹം പണം അടയ്ക്കുന്ന ഡേറ്റ് വരെ പലിശ കൊടുക്കണം. ഇവിടെ ആ 3 മാസത്തെ ഗ്രേസ് പീരിയഡ് ഇല്ല. മിസ്റ്റേക്ക് പറ്റിയത് ജനുവരിയിലാണെങ്കിൽ ഫെബ്രുവരി 1 മുതൽ പലിശയുടെ മീറ്റർ ഓണായി. ഓക്കെ. ഈ ഉദാഹരണം ആ വ്യത്യാസം നന്നായിട്ട് ക്ലിയർ ആക്കുന്നുണ്ട്. ആദ്യമേ പറ്റിയ കുറവിന് പലിശ ബാധ്യത നേരത്തെ തുടങ്ങും. ശരി. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്കതായത് ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുന്നതിൽ എന്ത് ഡിലേ വന്നാലും, അത് ആദ്യം കുറഞ്ഞുപോയതായാലും പിന്നീട് കൂടുതൽ അടയ്ക്കാൻ ഓർഡർ വന്നതായാലും തെറ്റായി റീഫണ്ട് വാങ്ങിയതായാലും സെക്ഷൻ 28AA പ്രകാരം പലിശ വരും. അത് നിർബന്ധമാണ്. ശരിയല്ലേ? അതെ, നിർബന്ധമാണ്. 2, ഈ പലിശയുടെ റേറ്റ് സർക്കാർ നോട്ടിഫൈ ചെയ്യുന്നതാണ്. അത് 10% തൊട്ട് 36% വരെയാകാം. അതായത് കുറച്ച് ഹെവി ആയിട്ടുള്ള റേറ്റ് ആകാനും സാധ്യതയുണ്ട്. ശരിയാണ്. 3, പലിശ കണക്കാക്കി തുടങ്ങുന്ന ഡേറ്റ് എല്ലാ കേസിലും ഒന്നല്ല. ഓർഡർ കിട്ടുന്ന കേസിലൊരു ഗ്രേസ് പീരീഡ് ഉണ്ട്. പക്ഷേ സെൽഫ് അസസ്മെന്റിലെ കുറവിന് ആ ഗ്രേസ് പീരീഡ് ഇല്ല, ഫസ്റ്റ് ഡേ മുതൽ വരും. കൃത്യം. 4, ഒരു പ്രത്യേക സാഹചര്യം, അതായത് ബോർഡിന്റെ ജനറൽ ഓർഡർ പ്രകാരം ബാധ്യത വരികയും അത് ഡിസ്പ്യൂട്ട് ചെയ്യാതെ 45 ദിവസത്തിനുള്ളിൽ അടയ്ക്കുകയും ചെയ്താൽ പലിശയിൽ നിന്ന് ഒഴിവാകാനൊരു വകുപ്പുണ്ട്. അതെ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക്. കസ്റ്റംസ് നിയമങ്ങളും പ്രൊസീജിയറുകളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഡ്യൂട്ടി കാൽക്കുലേഷനിൽ തർക്കങ്ങളും ഡിഫറൻസുകളും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു കേസ് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഒരു വലിയ എമൗണ്ട് എക്സ്ട്രാ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വന്നാൽ അന്നു മുതലുള്ള പലിശ കൂടി കൂട്ടുമ്പോൾ അതൊരു ഭീകരമായ തുകയായി മാറിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ബിസിനസ്സുകൾക്ക് എപ്പോഴും കറക്റ്റ് റെക്കോർഡ്സ് വെക്കുക, ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടൈമിന് പേയ്മെന്റ്സ് നടത്തുക എന്നതൊക്കെ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുന്നത് പിന്നീട് വരാവുന്ന വലിയ ലയബിലിറ്റീസ് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. ശരി. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ചിന്ത കൂടി പങ്കുവെക്കാം. നമ്മൾ ഈ പലിശ നിരക്കിനെക്കുറിച്ച് പറഞ്ഞല്ലോ, 10% തൊട്ട് 36% വരെ. ഇതൊരു പക്ഷേ നോർമൽ ബാങ്ക് ലോൺ റേറ്റിനേക്കാളും, പ്രത്യേകിച്ച് ആ 36% എന്ന അപ്പർ ലിമിറ്റ് കൂടുതലായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈയൊരു സാധ്യത, അതായത് ഇത്രയും വലിയ പലിശ കൊടുക്കേണ്ടി വരും എന്നുള്ള പേടി ഈ ഇമ്പോർട്ടർമാരെയും എക്സ്പോർട്ടർമാരെയും അവരുടെ ഡ്യൂട്ടി കാൽക്കുലേഷനിൽ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആക്കുമോ? എന്നുവെച്ചാൽ ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ ഡൗട്ടുള്ള കേസിൽ ഒരുപക്ഷെ കുറച്ച് കൂടുതൽ എമൗണ്ട് ആദ്യമേ അങ്ങ് അടച്ചേക്കാം, പ്രൊവിഷണൽ അസസ്മെന്റിലോ മറ്റോ എന്നവർ തീരുമാനിക്കുമോ? പിന്നീട് വലിയ പലിശയും കേസും ഒഴിവാക്കാൻ അതൊരു സ്ട്രാറ്റജിയായിട്ട് അവർ കാണുമോ?
നിങ്ങളുടെ ബിസിനസിന്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും റിസ്ക് മാനേജ്മെന്റിലും ഈ ഫാക്ടർ എങ്ങനെ കൺസിഡർ ചെയ്യാം എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഈ കസ്റ്റംസ് ഡ്യൂട്ടിയും അതിന്റെ മുകളിൽ വരാൻ സാധ്യതയുള്ള പലിശയും നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എങ്ങനെ ബാധിക്കാമെന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്.